ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു സിംഗറെ കണ്ടു, ശ്രേയ ഘോഷലിന്റെ. അയ്യോ അവരെന്റെ ദൈവമാണ്. എന്റെ ഏറ്റവും വലിയ ദേവത ശ്രേയ ഘോഷാണ്. പിന്നെ അപ്പൊ ഇൻസ്പിറേഷനും അയ്യോ ശ്രേയ ഘോഷൽ, ഇനി ആരെ പോലെ പറഞ്ഞു അയ്യോ ശ്രേയ ഘോഷൽ. അവര് പാടുമ്പോ ഏതോ ഒരു ദൈവീകത. ഞങ്ങളൊന്നും പാടുന്ന ദൈവികത ഇല്ലേ? അശുഭമംഗളകാരി സൂപ്പർസീലെ എലിമിനേറ്റ് എന്റെ വാൾക്കേ പോയി അത്ര ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് റൂമിലിരുന്ന് കരഞ്ഞിട്ട് അമ്മയുടെ ആഗ്രഹം എന്താ? 5000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ തങ്ങണം. ഫസ്റ്റ് ടൈം റെമ്യൂണറേഷൻ കിട്ടിയതുകൊണ്ട് എന്താ ചെയ്തേ? അപ്പോഴെ അടുത്ത് കൊടുത്തു. എത്ര രൂപയായിരുന്നു ഓർമ്മയുണ്ടോ? 2500. പിന്നെ ഇനി കുറവാ. പക്ഷെ എന്റെ കുത്തുമതിപ്പ് എനിക്കറിയുന്നത് 2500. കുത്തുമതിപ്പ് എന്ന് പറഞ്ഞ ഇവിടെ എന്താന്നറിയില്ല. ഇത് നോട്ടി കിട്ടും, ഇതൊരു സ്പോയിൽ കിട്ടും. ബാക്ക് സ്റ്റേജിൽ ഞാൻ ശ്രേയ ഘോഷനെ ആ പുള്ളിക്കാരിക്ക് എന്നെ ഓൾറെഡി അറിയാം. എന്നെ പറ്റി അത്ര ഡിസ്കസ് അത്ര പറയാ. എന്നെ പറ്റി ഞാൻ ഒരു വിഷയം ഇങ്ങനെ ഏത്തി പറയാ. അയ്യോ പറഞ്ഞു ഞാൻ വന്ന് കാലൊക്കെ തൊട്ട് ഒരു പ്രാവശ്യം ഞങ്ങളുടെ കാലം തൊട്ട് അമ്മാവൈ വണങ്ങാതെ ഉയർവില്ലയേ. ராரா பாடுறவங்க பொண்ணு അങ്ങനെയാണ് എന്നെ റെക്കഗ്നൈസ് ചെയ്തോണ്ടിരുന്നത്. എന്നെ പാട്ട് പഠിക്കാங்க ராரா பாட்டு നീ അവங்களோட பொண்ணா അങ്ങനെയൊന്നും എല്ലാം പറയും. രാരാ ചെന്തకు ചേരാ പ്രാണമേ നീതിരാ ഏലുకోరాదురా ശ്വാസലോ ശ്വാസമേ രാരാ. സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ഉയർന്ന സാലറിയിൽ ജോലി ലഭിക്കുന്നതിനായി ജോയിൻ ചെയ്യും CC സൈബർ ക്യാമ്പസ്. ബിന്ദു ചേച്ചി, ഇപ്പൊ ഈ ടോപ്പ് സിംഗറിൽ ഇങ്ങനെ എപ്പോഴും കുട്ടികളുടെ കൂടെ നിരുന്ന് ഇവളും തീരെ കുഞ്ഞായിട്ട് എപ്പോഴും തോന്നാറുണ്ടോ? അതോ ഇവളെ വലിയ കുട്ടിയായിട്ടാണോ ചേച്ചി? എവിടെ കുഞ്ഞ് ആണല്ലോ, കുഞ്ഞ് ആണോ? ഞാനേ കുഞ്ഞ്. അത് ശരി, കുഞ്ഞിന്ന് തന്നെ വിളിക്കുന്നത്. ഇതിപ്പോ അമ്മയാണോ മോളാണോ കുഞ്ഞത് സത്യത്തിൽ? ആണോ? അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം? എപ്പോഴുമേ അങ്ങനെയാ. പൊതുവെ ഒരിടത്തിന് പോയാ അമ്മല്ലേ നമ്മൾ നോക്കണ്ടേ, ഞാൻ അമ്മനെ നോക്കണം. അങ്ങനെയാണോ? അതെ, ചുമ്മാ അപ്പല്ലേ അയ്യോ ഉങ്ക അമ്മ എങ്കയോ പോയിട്ടാ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ വന്ന് പറയും. സോ അമ്മ എവിടെങ്കിലും ഈ സാരി ഷോപ്പ് അല്ലെങ്കിൽ ജ്വല്ലറി ഷോപ്പ് കമ്മൽ അങ്ങനെ പോയാ എവിടെയോ അങ്ങനെ പോകും. ഞാൻ എവിടെങ്കിലും നല്ലത് കണ്ട ഞാൻ എവിടെയോ അദ്ദേഹത്തെ രണ്ടുപേരും മാറി കാണാതെ ഇപ്പം. എന്നിട്ട് അപ്പ വന്ന് അയ്യോ രണ്ടുപേരെ കാണാതെ അപ്പ തേടും. ഇത് നടക്കുന്ന കാര്യമാണ്. എന്റെ തമ്മിയുടെ അടുത്ത് ചേച്ചോക്ക് ബ്രദർ അനിയൻ അവന്റെ അടുത്ത് ചേച്ചോക്ക് അവനാണ് എന്നെ നോക്കണ്ടേ. ആക്ച്വലി അമ്മയുടെ പാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഏത് പാട്ടാ? റാറാ ഓബ്വിയസ്ലി. അതിപ്പോ കേട്ടാ കൂടെ ഞങ്ങള് ഒരു തിയേറ്റർ ഒരു സൗണ്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി. ഞങ്ങള് അപ്പൊ റാറാണ് ചെക്ക് ചെയ്തേ. ഷേ എന്നാ ഒരു കമ്പോസിഷൻ, എന്നാ ഒരു പാട്ട്, അമേസിങ്. ഇപ്പൊ കൂടെ പ്ലസ് ആ സോങ് കൊണ്ടാണ് എനിക്ക് അഡ്മിഷൻ സ്കൂളിൽ നല്ലൊരു റെസ്പെക്ട് എല്ലാം കിട്ടിയത്. അതെ, റാറാ പാടുறவங்க പൊണ്ണ് അങ്ങനെയാണ് എന്നെ റെക്കഗ്നൈസ് ചെയ്തോണ്ടിരുന്നത്. വിഷമിക്കണ്ട, ശിവാംഗിയുടെ അമ്മ എന്ന് പറയുമ്പോ 15 years of my life അങ്ങനെയാ. അപ്പൊ വന്ന് உங்க அம்மா சிங்கர் என்ன பாட்டு படிக்காங்க ராரா பாட்டு, நீ அவங்களோட பொண்ணா അങ്ങനെയൊന്നും എല്ലാം പറയും. സോ അത് എനിക്ക് ആ പാട്ട് ഇനി സ്പെഷ്യൽ. ഇപ്പൊ കൂടെ ഞാൻ വിദ്യാസാഗർ സാറിന്റെ കോൺസേർട്ടിൽ പാടുമ്പോ എനിക്ക് ഭയങ്കര എമോഷണൽ ആയി. എന്തിനാ ആ പാട്ട് ഓഡിയൻസ് സ്വരമെല്ലാം പാടുന്നു, ആലാപ്പ് അതെല്ലാം പാടുന്നു. സോ അപ്പൊ ആ പാട്ട് എത്ര ഈ കാലത്ത് അത് റിലീസ് ആയിരുന്നെങ്കിൽ അപ്പൊ എത്ര 20 വർഷം ഈവൻ ആഫ്റ്റർ 20 years ചെന്നൈയിൽ ഒരു ഷോ നടന്നു, മലേഷ്യയിൽ ഒരു ഷോ നടന്നു. അപ്പൊ കൂടെ രാരാ പാടിയത് ഇവളാ. എനിക്ക് ഓൾസോ രാരാങ്ങற സോങ് വൺ ഓഫ് ദ കൾട്ട് സോങ്സ്. സോ അത് ഈക്വല ഒന്നുമേ വരില്ല. ഓ, ആ പാട്ടൊന്ന് പാടോ ശിവാംഗി? ഒറിജിനൽ സിംഗർ അവിടെ വെച്ചിട്ട് രാരാ സരസകുരാരാ രാരാ చెంతకు చేరా ప్రాణమే నీదిరా ఏలుకోరాదురా శ్వాసలో శ్వాసమే రారా. ഈ പാട്ട് കേൾക്കുമ്പോ ചേച്ചിക്കും ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര നൊസ്റ്റാൾജിയാണോ, ഇമോഷണൽ ആണോ, എന്താ അവസ്ഥ? ഭയങ്കര അവസ്ഥയാണ് അത്. അദ്ദേഹം വിദ്യാസാഗർ സാർ എന്നുള്ള ആ മനുഷ്യനാണ് കാലിൽ വീണ് ഈ ജന്മത്ത് മറക്കാൻ പറ്റില്ല അദ്ദേഹത്തിനോടുള്ള ഒരു
ഇപ്പൊ ശിവാംഗി ഇങ്ങനെ എല്ലാ വേൾഡ് ക്ലാസ് മ്യൂസീഷ്യൻസിന്റെ കൂടെയും വർക്ക് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും നമ്മൾ ഒരുപക്ഷെ ആഗ്രഹിച്ചിട്ട് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് മകൾ എത്തുന്നത് കാണുമ്പോഴത്തേക്കും ഭയങ്കര. ഞാനിപ്പോ യൂറോപ്പ് ടൂർ ഉണ്ടായിരുന്നു ഹരിഹരൻ സാറുമായിട്ട്. അപ്പൊ അവിടെ നിന്ന് അപ്പം എല്ലാവരും ശിവാംഗി വരുമ്പോൾ ഹരിഹരൻ സാറ് ശിവാംഗി നമ്മൾ പ്ലീസ് കം ടു ദി സ്റ്റേജ് അങ്ങനെയൊക്കെ അനൗൺസ് ചെയ്യുമ്പം എല്ലാവരുടെയും ആ ഒരു അവളെ അപ്രീഷിയേറ്റ് കാണുമ്പോഴും സാറിൻ്റെ കൂടെ കുറേ പാട്ട്, പിന്നെ ഭയങ്കര സ്റ്റേജിൽ ഇവരുണ്ട് ഭയങ്കര ഡാൻസും ഒക്കെ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും പണ്ട് ഞാൻ MA പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഗസൽ കേട്ടാണ് ഞാൻ ഉറങ്ങാറുണ്ടായിരുന്നുള്ളൂ. അന്ന് ടേപ്പ് റെക്കോർഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ പോകുക, ഭയങ്കര രസമാണ് രാത്രി ഉറങ്ങാനത്. ഇതിൻ്റെ അഡിക്റ്റ് ആയിരുന്നു ഞാൻ ആകെ ഒരു ഫാൻ ലെറ്റർ എഴുതിയിരിക്കുന്നത് ഹരിഹരൻ സാറിന് മാത്രമേ ഉള്ളൂ. പക്ഷെ പിന്നീട് ഇവള് പല സ്റ്റേജുകൾ അദ്ദേഹത്തിൻ്റെ മെയിൻ സിംഗറായിട്ട് ഇവള് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല, ഒട്ടും. ഇപ്പം ഞാൻ ഭഗവാനെ എന്താ നടക്കുന്നത്, ഞാനേ അറിഞ്ഞുള്ളൂ, ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലായി. കാരണം നമ്മളപ്പം അതൊരു ഭയങ്കര ഒരു നിർവൃതിയായിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. ഇനി ശിവാംഗിക്ക് വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആരാണ്? AR റഹ്മാൻ സാർ ആണ്. പിന്നീട് അനിരുദ്ധ് അനിരുദ്ധ്. പക്ഷെ എമോഷൻ അങ്ങനെ നോക്കുമ്പോ റഹ്മാൻ സാർ ആണ്. സാറിനെ മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഉണ്ടായില്ലേ? ആ സാറ് AR റഹ്മാൻ സാറ് കുക്ക് വിത്ത് കോമളിയുടെ സെക്കൻഡ് ഗസ്റ്റ് ആയിട്ട് വന്നു. അപ്പോ ശിവാംഗി അപ്പൊ ഞാൻ എന്നെ പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മുൻപേ പാടിയപ്പോ സാറ് അങ്ങനൊക്കെ എൻജോയ് ചെയ്തു. ഞാൻ ഒന്നുമേ എന്താ പറയണ്ടേ, ഒന്നും ആഗ്രഹിച്ചില്ല. എന്നടാ പാട്ട് പാടാ சொல்றாங்களே എന്ന് പറഞ്ഞിട്ട് മുൻപേ പാടിയിട്ട് എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു സമയമില്ല உங்களுக்கு ஏதா தேன் ஏதா ஆட் பண்ணனும்னா சிவாங்கியோட வாய்ஸ் ஆட் பண்ணுங்க. അത്ര വലിയ ഇത് പറഞ്ഞു. ഞാനൊന്നും അറിയില്ല. ഞാൻ ഇട്ട ഗെറ്റപ്പിൽ ഇട്ടിട്ട് റൗഫ മാം എന്ന് പറഞ്ഞ ആണ് ഷോ പ്രൊഡ്യൂസർ. അവളെ മാം கெட்டப்லாம் அவுத்து நான் வீட்டுக்கு போறேன், ஏன்னா எனக்கு என்ன தேவை எனக்கு கச்சிச்சு. அரை மணி என்னது இன்னும் 4 மணி நேரம் எபிசோட் ஷூட் இருக்கு, மரியாதை முடிச்சுட்டு போறேன். അതുപോലെ തന്നെ ശിവാംഗി ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു സിംഗറെ കണ്ടു, ശ്രേയ ഘോഷലിന്റെ. അയ്യോ ദൈവമാണ് ഈ പെണ്ണുണ്ടല്ലോ ഇവള്. അതാ അതിന്റെ പേരിൽ അവിടെ ഒരു വഴക്ക് നടക്കും വീട്ടില്. എനിക്ക് ഭയങ്കര കുശുമ്പ. எல்லாரும் வந்து நீங்க உங்களுக்கு பாட்டு பாட எப்படி இன்ஸ்பிரேஷன்? அப்ப எல்லாரும் வரையும் எல்லாரும் விசாரிக்கும் எங்க அம்மானால தானே. இல்ல ശ്രേയ ഘോഷൽ இருக்காங்களா, அவங்க பாடின கேட்டு எனக்கு அவங்கள மாதிரி ஆகணும்னு ஆசைன்னு. അപ്പൊ ഉங்க അമ്മ എല്ലാം தெரியும், അമ്മനെ ഒരു மாதிரி. അമ്മ മാത്രല്ല അമ്മ അപ്പ നമ്മളെ അദ്ദേഹം എത്ര വലിയ മ്യൂസീഷ്യൻ ആണെന്നറിയാമോ. അപ്പൊ ഇവൾക്ക് ഞാൻ പാട്ട് പാടുന്ന കാരണമേ ശ്രേയ ഘോഷലാണ്. ഇവള് പറയണ പിന്നെ ഞാൻ എൻ്റെ ഏറ്റവും വലിയ ദേവത ശ്രേയ ഘോഷാണ്. പിന്നെ അപ്പൊ ഇൻസ്പിറേഷനോ അയ്യോ ശ്രേയ ഘോഷൽ. അപ്പൊ ഇനി ആരെ പോലെ പറഞ്ഞു അയ്യോ ശ്രേയ ഘോഷൽ. എടാ എതെടുത്തോളം ശ്രേയ ഘോഷല്. അവളുടെ മുമ്പിൽ അമ്മയും അപ്പായും ഒന്നുമില്ല. പക്ഷെ ഞാനപ്പോ അമ്പടി അപ്പൊ എനിക്ക് കുശുമ്പ്. നമ്മളിവിടെ എത്ര നമുക്ക് ഒരു ഇൻസ്പിറേഷൻ പറയണ്ടേ, ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നമ്മളെ പെടുത്തണ്ടെന്ന് പറയും. പക്ഷെ അവരത്രയും വലിയൊരു പുണ്യവതി ശ്രേയ ഘോഷൽ. സോ അത് പറയുന്നതിൽ എന്താ ഭയങ്കര ശ്രേയ ഘോഷൽ മാമിനേക്ക് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്നത്? അവരുടെ വോയിസ് നമ്പർ 1, അത് എല്ലാരും കോമൺ ഫാക്ടർ. അവർ പാടുമ്പോ ഏതോ ഒരു ദൈവീകത, ഡിവൈൻ. ഞങ്ങൾ പാടുന്ന ദൈവികത ഇല്ലേ? ഒരു മാതിരി നമ്മുടെ നെഞ്ചിലെ ഫീൽ ആയി. ഇതൊക്കെ ചുമ്മാ തമാശ. ഇല്ല നമ്മുടെ നെഞ്ചിലെ ഒരു മാതിരി ഫീൽ ആയി. യാറാ ഇവങ്ക അങ്ങനെയെന്ന്. ഇപ്പൊ അത് ഈച്ച് ആൻഡ് എവറി സോങ് കേൾക്കുമ്പോഴും അയ്യോ എങ്ങനെയാ ഇത് പാടുന്നത്. അതും ഡിഫറെന്റ് ലാംഗ്വേജ്, എല്ലാ ലാംഗ്വേജിലും പാടുന്നു. അന്ന് തമിഴ് ചെന്നൈയിൽ ഒരു ഷോന് വന്നിരുന്നു. ഞാൻ വന്ന് എൻ്റെ വാഴ്ക്കയിലെ ബക്കറ്റ് ലിസ്റ്റ്. ഞാൻ ആക്ച്വലി എന്താന്നാ ഞങ്ങളുടെ വീട്ടിന്റെ രണ്ടടുത്ത് ബിൽഡിങ് സ്റ്റീഫൻ ദേവസി ചേട്ടന്റെ സ്റ്റുഡിയോ ഉണ്ട്. സോ അവിടെ നിറയെ സിംഗേഴ്സ് വരും. അപ്പൊ എല്ലാരും പറയുന്ന കേട്ടത് ശ്രേയ ഘോഷലും അടിക്കടി വരുന്നു. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് അവര് വരുമ്പോ എന്നെ വിളി, ഞാൻ ഇവിടെ ആയിരിക്കുന്ന എന്നെ വിളി.
പക്ഷെ അവരെന്നെ വിളിക്കുകയില്ല. എന്നിട്ട് എന്റെ ഒരു കീബോർഡിസ്റ്റ് ഒരു ചേട്ടനുണ്ട്, കാർത്തിക് ദേവരാജ് എന്ന് പറഞ്ഞു. ആ ചേട്ടൻ വാട്സാപ്പ് മെസ്സേജിൽ അയച്ച അത്ര ക്ലോസ്. എനിക്ക് പറഞ്ഞു എന്നാ ഒരു വാട്ടി എന്നെ കൊട്ട് പോയി കാമിങ്ങണേ എന്ന് പറഞ്ഞ് ഞാൻ അത്ര കെഞ്ചി. എന്നിട്ടല്ലേ അത് നടന്നില്ല. എന്നിട്ട് ചെന്നൈയിൽ ഒരു ഷോ വന്നു, ശ്രേയ ഘോഷൽ ലൈവ്. എന്നിട്ട് ഞാൻ സൂപ്പർ സീലെ എലിമിനേറ്റ് ആയി. എന്റെ വാൾക്കേ പോയി അത്ര ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് റൂമിലിരുന്ന് കരഞ്ഞോണ്ട് അത് 2 വീക്ക് കരഞ്ഞ. ഇതെന്താ ട്രാൻസ്ലേറ്റർ അമ്മ 2 വീക്സ് ഞാൻ വന്ന് കരഞ്ഞോണ്ടായിരുന്നു. അപ്പൊ ബെന്നി ദയാൽ സാർ വന്ന് ശ്രേയ ഘോഷ് എന്റെ അടുത്ത് നിന്ന് ഒരു ക്ലിപ്പ് വാങ്ങി തന്നു. ഹായ് ശിവാംഗി, യു ആർ സോ എൻതൂസിയാസ്റ്റിക്, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഞാനത് കണ്ട് ഇനിയും കരഞ്ഞ് ബെന്നി സാറിനെ വിളിച്ച് സാർ ഞാൻ അഴൂര ഐ എം ക്രൈങ് അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ റിയലി ഞങ്ങൾ മലയാളത്തിലാണ് സംസാരിക്കും. ബെന്നി സാർ മലയാളം അല്ലേ, സോ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ എടാ ശരി എന്നെ കുട്ടാന്നാ വിളിക്കുന്നത്, ശരിക്കാണോ അങ്ങനെ ചോദിച്ചപ്പോ അതെ എന്ന് പറഞ്ഞ് എന്നാ ഫോട്ടോ അയച്ചയക്കുന്നു. ഞാൻ ഫോട്ടോ എടുത്ത് ബെന്നി സാറിനെ അയച്ചെടുത്ത് അയ്യോ അതിനെന്ന് പറഞ്ഞിട്ട് ഒരുമാതിരി ഇത്. എന്നിട്ട് ചെന്നൈയിൽ ഷോ വന്നിട്ട് എൻ്റെ ഫാൻസ് അവർ ട്വിറ്ററിലല്ല ഞാൻ എന്തെങ്കിലും ശ്രേയ ഘോഷലിനെ 10 ഇന്റർവ്യൂല് നിറയെ ഇന്റർവ്യൂ ഞാൻ പോയി മാനിഫെസ്റ്റ് ചെയ്യാം. എല്ലാ ഇന്റർവ്യൂലും ആരെങ്കിലും എന്നെ കണ്ട ഒരു ഫാൻസ് മീറ്റിന് പോയപ്പോ ഒരു കുട്ടി എന്നെ കണ്ട് കരഞ്ഞു മാതിരി ഞാൻ നിങ്ങളാണ് എന്നെ ഇൻസ്പിറേഷൻ ഒക്കെ പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് കരഞ്ഞപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു இந்த பொண்ணு உங்களை பார்த்து அழுத மாதிரி உங்களுக்கு யாரையாச்சும் பார்த்து நீங்க எமோஷனல் ஆகணும். நான் ஸ்ரேயா கோஷல் பார்த்தா கண்டிப்பா ഐ ലൂസ് ഇറ്റ് അങ്ങനെ ഞാൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ചെന്നൈയിലൂടെ ഷോ അത് ഈ ഫാൻസ് എന്ത് ചെയ്ത് ട്വിറ്ററിൽ ശ്രേയ ഘോഷലിനെ ടാഗ് ചെയ്ത് എപ്പോഴും ടാഗ് ചെയ്യും ശ്രേയ ഘോഷൽ മാം പ്ലീസ് ചെയ്ത് എല്ലാ ഫാൻ പേജസും ഈ തമിഴ് ഫാൻ പേജസ് ഹിന്ദി കേരള ഫാൻ പേജസ് ഒക്കെ അതുമാതിരി ദിസ് ഗേൾ ഇസ് ഡൈ ഹാർട്ട് ഫാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് ശ്രേയ ഘോഷലിനെ ടാഗ് ചെയ്യും. എന്നിട്ട് ഈ ചെന്നൈയിലൊരു ഷോ വന്നിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹം ചെറിയ വയസ്സ് തൊട്ട് ശ്രേയ ഘോഷലിന്റെ ഷോ ഫസ്റ്റ് റോയിൽ നിന്ന് എത്ര ചിലവായാലും ഞാൻ സ്വന്തം കാശിൽ ടിക്കറ്റ് എടുത്ത് പോയിരുന്ന് കാണണം. കറക്റ്റാ ഞാൻ വന്ന് ടിക്കറ്റ് എടുത്ത് ഇതെനിക്ക് ആ ഈവന്റ് ഓർഗനൈസർ എൻ്റെ ഫ്രണ്ടാ. അവരുടെ അടുത്ത് കൂടെ ഞാൻ ചോദിച്ചില്ല അണ്ണാണ് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നത് എല്ലാം. അപ്പൊ പറഞ്ഞു ടിക്കറ്റ് എടുത്തിട്ടിയാ ഒരു വാർത്ത എன்கிட்ட சொல்லியிருந்தா நான் உனக்கு கொடுத்திருப்பேன்ல டிக்கெட் എന്ന് പറഞ്ഞു. இல்ல இது வந்து என்னோட ஜென்ம இது ஆசை யாருமே அதுக்குள்ள காசை வச்சீங்க ഞാൻ പറഞ്ഞിട്ട് ഞാൻ വന്ന് ടിക്കറ്റ് കൊടുത്ത് ഫസ്റ്റ് റോയിൽ ഇരുന്ന്. എന്നിട്ട് ഓർഗനൈസർ எனக்கு ஒரு வாட்டி அவங்கள மீட் பண்றதுக்கு மட்டும் கொஞ்சம் பண்றேன் அதனால என்ன பாத்துலாம்னு പറഞ്ഞിട്ട് ബാക്ക് സ്റ്റേജിൽ ഞാൻ ശ്രേയ ഘോഷിനെ പാത്താ പുള്ളിക്കാരിക്ക് എന്നെ ഓൾറെഡി അറിയാം. അപ്പൊ ഞാൻ ആലോചിച്ചു എന്നെ പറ്റി അത്ര ഡിസ്കസ് അത്ര പറയാ എന്നെ പറ്റി അയ്യോ എന്നിട്ട് ഞാൻ ഒരു വിഷയം ഇങ്ങനെ ഏത്തി പറയാ അയ്യോ ഞാൻ പറഞ്ഞു. ഉടനെ നീ കാരണമാണ് എനിക്ക് ഇപ്പൊ എനർജി കൂടിയേ അങ്ങനെയെല്ലാം പറഞ്ഞു. എനിക്കത് കേട്ടാ അങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് അത്ര ഹാപ്പി ആയിപ്പോയി അയ്യോ. എന്നിട്ട് അത് വീഡിയോ വേറെ എടുത്തു. അത് ഞാൻ ഇട്ടോണ്ടേ എൻ്റെ ഫാൻസ് ഏതോ അവർ ജയിച്ച മാതിരി അവർ അത്ര സെലിബ്രേറ്റ് ചെയ്തു. എന്നിട്ട് ശ്രേയ ഘോഷൽ ട്വിറ്ററിൽ നൈസ് മീറ്റിംഗ് യു അങ്ങനെ നിട്ടു. എന്നിട്ട് അത് കഴിഞ്ഞ് അതും ഹാപ്പിയായി. എന്നിട്ട് ഇവിടെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ കണ്ടു. ഞാൻ ഫ്രണ്ടിൽ നിന്നാണ്. അപ്പോൾ എൻട്രിയിൽ ശ്രേയ ഘോഷൽ വന്നു. എന്നിട്ട് ഞാൻ ഓടിപ്പോയി നിന്ന് ഹായ് ശിവാംഗി ഹൗ ആർ യു അങ്ങനെ പറഞ്ഞു. അയ്യോ അവർക്ക് എന്നെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വന്ന് കാലൊക്കെ തൊട്ട് എനിക്ക് ഞങ്ങളുടെ കാലം തൊട്ട് എഴുതിട്ടുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് എന്നെ അറിയാം. ഒരു 2 മണിക്കൂറായില്ലേ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇത്രയും എക്സൈറ്റ്മെന്റ് ഞാൻ ഇതുവരെ കണ്ടില്ല. ഇത് പറയുമ്പോഴത്തേക്ക് ഇവള് ഒരു ചന്ദ്രമുഖിയായി മാറുള്ളൂ. അതാണ് ഞാൻ എപ്പോ ശ്രേയ ഘോഷലെ കണ്ടാലും എനിക്ക് ഞാൻ ഇങ്ങനെ ആണോ. പിന്നെ 2 ദിവസത്തേക്ക് ഉറക്കില്ല. ശ്രേയ ഘോഷൽ മാഡത്തിന്റെ ഒരു പാട്ടെങ്കിൽ ശിവാംഗി മധുരം കൈത് പാടറി സോറി മധുരം ഗായതി മീരാ മീരാ മധുരം ഗായതി മീരാ ഓ ഹരിജ പളയമേ മീരാ എൻ പാർവണ വിധുമുഖി മീരാ പ്രണയാഞ്ജലി പ്രണവാഞ്ജലി ഹൃദയാകുളിതളമൊഴിഞ്ഞു മധുരമൊരു മന്ത്രസന്ധ്യയായി. എങ്ങനെയാ ശിവാംഗിയുടെ ഒരു ദിവസം എങ്ങനെയാ? ദിവസം നല്ല ഉറങ്ങും.
ഇപ്പൊ എത്ര മണിക്ക് എഴുന്നേക്കും, എത്ര മണിക്ക് കിടക്കും? ഇപ്പൊ റീസെന്റാ ഒരു 7 മണിക്ക് എഴുന്നേക്കും. 7 മണിക്ക് എഴുന്നേക്കോ? ഓ, എന്നിട്ട് ഒരു ഉറങ്ങും. എന്നിട്ട് പിന്നെ ഉറങ്ങും? അത് ഇല്ല, എനിക്കൊരു ക്ലാസ് ഉണ്ട് അവിടെ 7 മണി. എന്നിട്ട് ആഫ്റ്റർനൂൺ കഴിച്ചിട്ട് കുറച്ചു നേരം കിടന്ന് ഉറങ്ങും. എന്നിട്ട് എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ അത് നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ ഷൂട്ട്, അതിന്റെ പ്ലാൻ, ഷെഡ്യൂൾ, എഡിറ്റ് അത് നോക്കും. മിച്ചപടി കൊറിയൻ സീരീസ് ആണ്. ഓ ശരി. കൊറിയൻ സീരീസ്, എന്നിട്ട് ഹിന്ദി അതെല്ലാം കാണും. അത്രേ. അമ്മയുടെ ഒരു ഡേ എങ്ങനെയാ? ഡേ ഇൻ മൈ ലൈഫ് അത് പറയട്ടെ, ഒരേ ഒരു ഡേ ഉള്ളൂ. രാവിലെ എഴുന്നേക്കും, പല്ലേക്കും, പാട്ട് ക്ലാസ്, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പാട്ട് ക്ലാസ്, എന്നിട്ട് കുളിക്കും, എന്നിട്ട് പാട്ട് ക്ലാസ്, എന്നിട്ട് ഉറങ്ങും, എന്നിട്ട് പാട്ട് ക്ലാസ് എടുക്കും, ഡിന്നർ കഴിക്കും, പാട്ട് ക്ലാസ് ഉറങ്ങും. റീൽസ് ആണ് ഡെയിലി. 1 മണിക്കല്ല എനിക്ക് ഇൻസ്റ്റാൾ റീൽസ് അയക്കും. അതെ, അതായത് ജെൻസി 2K മാം. നമ്മള് ഒരു ഇനി എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ഒരു വലിയൊരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഗോൾ ഉണ്ടാവൂലേ? റഹ്മാൻ സാറിന് ഒരു ഹിറ്റ് പാട്ട്, എന്നിട്ട് നല്ലൊരു ഇൻഡിപെൻഡൻസ് സോങ്, എന്നിട്ട് എനിക്ക് സ്റ്റേജിൽ പാടാൻ പറ്റിയ മാതിരി ഒരു 10 സൂപ്പർ പാട്ട് പാടണം. അമ്മയുടെ ആഗ്രഹം എന്താ? 5000 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ തങ്ങണം. അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹം എന്നുള്ളത് എന്താ പറയണേ, എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതല്ലോ. കുട്ടികളും നമ്മൾക്ക് ചുറ്റുമുള്ള നമ്മളെ അറിയാവുന്നവരും, നമ്മുടെ അറിയാവുന്നവർ, നമ്മുടെ ഇപ്പം സഹോദരങ്ങളാണേലും നമ്മുടെ ഫ്രണ്ട്സ്, നമുക്കറിയാവുന്ന ആൾക്കാരെല്ലാവരും സന്തോഷമായിട്ട് ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കണം. സത്യം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കണം, ഇപ്പം ലോകം നന്നായിട്ട് പോകണം. അതില്ലെങ്കിൽ നമ്മളില്ലല്ലോ. ഒരു എന്താ പറയണ, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയൊന്നും ഇല്ലാതെ നല്ല മനസ്സ് മനുഷ്യർ വാർത്തെടുത്ത് നല്ല മനസ്സോടെ എല്ലാവരും ജീവിച്ച് സന്തോഷമായിട്ടിരിക്കുക അല്ലേ? എന്തിനാണ് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സന്തോഷമായിട്ടിരിക്കുക? കറക്റ്റ്. എല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം സത്യം പറഞ്ഞാൽ എനിക്കുള്ളത്. ശിവാംഗിക്ക് ഫസ്റ്റ് ടൈം റെമ്യൂണറേഷൻ കിട്ടിയതുകൊണ്ട് എന്താ ചെയ്തേ? അമ്മയുടെ അടുത്ത് കൊടുത്തു. ആണോ? അമ്മയ്ക്ക് ഫസ്റ്റ് ടൈം റെമ്യൂണറേഷൻ ചെറുതാ, ഒരു കോറസ് പാടിയപ്പോലെ. എത്ര രൂപയായിരുന്നു, ഓർമ്മയുണ്ടോ? 2500. അല്ല, അത് കുറവാണോ? ഇല്ല, പിന്നെ ഇനി കുറവാ. പിന്നെ പക്ഷെ എന്റെ കുത്തുമതിപ്പ എനിക്കറിയുന്നത് 2500. ഇതെന്താ ചിരിച്ചോണ്ടായിരിക്കുന്നേ? കുത്തുമതിപ്പെന്ന് പറഞ്ഞ ഇവിടെ എന്താന്നറിയില്ല. അയ്യോ, തമിഴില് പറയണ ഏകദേശത്തിന് പറയണ കുത്തുമതിപ്പ്. ഏകദേശം 2500 രൂപയാണ് ഓർമ്മയിലുള്ളത്. ഇപ്പൊ എന്താ പറയാ, എത്ര വാങ്ങിക്കുന്നു? അമ്മയുടെ ഏറ്റവും വലിയ ഇനിയത്തെ ഒരു വലിയ ആഗ്രഹം എന്താ? ഇല്ല, അങ്ങനെ എന്നെ കല്യാണം കഴിച്ചിടണം. പിള്ളേരെ എല്ലാരും നന്നായിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ എനിക്ക്. അങ്ങനെ അപ്പൊ ഏതായാലും ഇങ്ങനെ കൊറേ കഥ കേട്ട് ശിവാംഗി ഞങ്ങൾ ഇങ്ങനെ ടിവിയിൽ കാണുമ്പോ ഇത് തന്നെയാണ് യഥാർത്ഥ ലൈഫിലുള്ള ആളെന്നുള്ള ഒരിക്കലും അറിയില്ലായിരുന്നു. ഇതുപോലെ ഇങ്ങനെ നോട്ടി കിഡാണ്, ഇത് നോട്ടി കിഡും, ഇതൊരു സ്പോയിൽ കിഡും. അമ്മയും മോള് രണ്ടും ഒരുപോലെ. എന്തായാലും നിങ്ങളുടെ ഈ സന്തോഷവും നിങ്ങളുടെ ഈ ഹാപ്പിനെസ്സും ഒക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ എല്ലാ ഡ്രീംസും ഫുൾഫിൽ ചെയ്യപ്പെടട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ ഉയർന്ന സാലറിയിൽ ജോലി ലഭിക്കുന്നതിനായി ജോയിൻ ചെയ്യും CC സൈബർ ക്യാമ്പസ്.